കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരമെട്ട് തേവാരം റോഡിന് വീണ്ടും സാധ്യത തെളിയുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർത്തോടുകൂടിയാണ് വികസനം കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന പാതയുടെ സാധ്യത തെളിയുന്നത്. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗതയോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകും. ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ഏറെ സജീവമായിരുന്ന പാതയാണ് നെടുങ്കണ്ടത്തിന് സമീപം തേവാരമെട്ടിൽ നിന്നും തേവാരത്തേക്കുള്ളത്. ഹൈറേഞ്ചിലെ മറ്റ് അന്തർ സംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലെ താഴ്വാരത്തിൽ എത്താമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. മുമ്പ് ജീപ്പ് റോഡ് ഉണ്ടായിരുന്ന പാത ഇന്ന് കുറ്റിക്കാടുകൾ കയറിയ നിലയിലാണ്. റോഡ് യാഥാർത്ഥ്യമായാൽ കൊച്ചിയെയും മധുരയും തമ്മിലുള്ള റോഡ് ഗതാഗതം കുറഞ്ഞ ദൂരത്തിൽ സാധ്യമാകും. മുമ്പ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പാതയ്ക്ക് വേണ്ടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കൈകോർക്കുകയാണ്. അടിയന്തരമായി പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി കേരള തമിഴ്നാട് ഗവൺമെന്റുകളെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് ഇവർ. കേന്ദ്ര അനുമതി ലഭിക്കുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഈ ക്ഷേത്രം ഒരു ഇടത്താവളമാക്കി മാറ്റിയാൽ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് 60 കിലോമീറ്ററിന്റെ കുറവ് ശബരിമലയിൽ എത്തുന്നതിന് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത് തമിഴ് ഭക്തരെ മാത്രമല്ല, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹമാകും. തേവാരമെട്ടിലേക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ആണുള്ളത്. ഈ 3 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ച് പണ്ട് വാഹനങ്ങൾ ഓടിയിരുന്നു, ആളുകൾ യാത്ര ചെയ്തിരുന്നു. അവിടെ നിന്നും മലഞ്ചരക്ക് സാധനങ്ങൾ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിലേക്കും കൊണ്ടുവന്നിരുന്ന വഴിയാണിത്. ഇത് ഫോറസ്റ്റ് ഏറ്റെടുക്കുകയും ഫോറസ്റ്റ് നിരോധനം ഏർപ്പെടുത്തുകയും ഇപ്പോൾ പ്രവേശനം വരെ നിരോധിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അന്നുണ്ടായിരുന്ന ആ റോഡ് പുനർനിർമ്മിച്ചാൽ വാഹനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് വലിയ വികസനം നമ്മുടെ നാടിന്റെ പൊതുമണ്ഡലത്തിനുണ്ടാകും. അതിനുവേണ്ടിയുള്ള ശ്രമം എല്ലാ രാഷ്ട്രീയ MLAയും MP യും ഒക്കെയായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി യോജിച്ച് തമിഴ്നാട് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ റോഡിന്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഉടുമ്പൻചോലയിലെ ഏലമലക്കാടുകളിൽ ദിവസേന ജോലിക്കെത്തുന്ന 10,000-കണക്കിന് തമിഴ് തൊഴിലാളികൾ, ശബരിമല തീർത്ഥാടകർ എന്നിവർക്ക് ഈ പാത ഏറെ ഗുണകരമാകും. നെടുങ്കണ്ടത്ത് നിന്നും തേനി, മധുര മെഡിക്കൽ കോളേജുകളിലേക്കുമുള്ള ദൂരം 30 കിലോമീറ്ററോളം ലാഭിക്കുകയും ചെയ്യാം. എനിക്ക് പിന്നിൽ കാണുന്നത് തേവാരം അടിവാരത്തുള്ള പെരുമാൾ കോവിലാണ്. ഈ പാത തുറന്നു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരുടെ ഇടത്താവളമാക്കി ഈ കോവിലിനെ മാറ്റാമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിലൂടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ഏതാണ്ട് 60 കിലോമീറ്ററിലധികം ദൂരം ലാഭിച്ചുകൊണ്ട് ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങുവാനും സാധിക്കും. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.